പ്രിയ സ്നേഹിതരെ, ക്രിക്കറ്റ് കളി കാണുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതുമൊക്കെ ഒരു നല്ല വിനോദവും വ്യായാമവും നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ക്രിക്കറ്റ് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങുകയും നമുക്ക് വ്യായാമം കുറയുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മറന്നു പോകരുത്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വ്യായാമം വളരെ ആവശ്യമാണ്. വ്യായാമം കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുക മാത്രമല്ല, അതിഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ശരീരത്തെ കേടാക്കരുത് എന്നും വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്യായാമം വേണം, വിനോദം വേണം, ആവശ്യത്തിന് ഭക്ഷണം വേണം. നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നിടത്തോളം നമ്മളത് ചെയ്യണം. ക്രമീകൃതമായി ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. ഇങ്ങനെ ഇത്യാദി കാര്യങ്ങൾ നമുക്കേവർക്കും സ്കൂളിൽ നിന്ന് തന്നെ, സമൂഹത്തിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ളതാണ് നമ്മളിതൊക്കെ. അപ്പോൾ ഈ ചിട്ടയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രമമായി ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനിടയാകാറുണ്ട്. അപ്പോൾ സന്തോഷം വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാനിത് പറയാനിടയായത്. ഇനിയും ഇതേപോലെ ചുരുക്കം ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചുരുക്കം ചിലർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെയോ സമൂഹത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന എല്ലാവരുമില്ല, എന്നാൽ ചുരുക്കം പേരുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ നിയമങ്ങളൊക്കെ എത്ര കൃത്യമായി പാലിക്കണം എന്ന് തോന്നാൻ കാര്യം എന്താ? എല്ലാവരും ഒന്നും എല്ലാ നിയമങ്ങളും പാലിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് കൊണ്ടും നമ്മുടെ രാജ്യത്തോ സമൂഹത്തിലോ അനുവദിച്ചിരിക്കുന്ന നിയമങ്ങൾ അതേപടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും ഒരു പ്രത്യേകത തന്നെയാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശരിയാണ്, നിയമങ്ങൾ പാലിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. വേദപുസ്തകം വളരെ കർശനമായും അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അനുസരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. 1, 2 സംതൃപ്തി ഉണ്ടാകും. 3 നിയമം പാലിക്കുന്നത് കൊണ്ട് നമ്മൾ പോലീസിൻ്റെ പിടിയിൽപ്പെടുകയോ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരികയില്ല എന്നുള്ളതും, ഭയം കൂടാതെ ജീവിക്കാൻ കഴിയും എന്നുള്ളതും ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി അതേപോലെ വേദപുസ്തകത്തിലെ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കട്ടെ. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കുന്നതിൽ എത്ര ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് പറയുന്നതിന് ഉദാഹരണം പറയുകയാണ്. സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം, അല്ല ദൈവത്തിൻ നിമിത്തം കീഴടങ്ങുവീൻ. അപ്പോൾ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു, ദൈവം ഈ നിയമം തന്നിരുന്നുവെങ്കിൽ ഞാൻ അനുസരിക്കും എന്ന തീരുമാനമുള്ളവർ അതേപോലെ ചിന്തിക്കേണ്ടത്, ഈ രാജ്യത്തിൻ്റെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം ഞാൻ അനുസരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കേണ്ടത് എന്തുകൊണ്ടെന്നറിയാമോ? അത് ഞാൻ ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനമെടുത്തവർ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിയമങ്ങൾ പാലിക്കും, അനുസരിക്കും, കീഴടങ്ങിയിരിക്കും എന്നൊക്കെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനെ തുടർന്ന് എഴുതിയത് ഇങ്ങനെയാണ്, ശ്രേഷ്ഠ അധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ശിക്ഷയ്ക്ക് സൽപ്രവർത്തിക്കാരുടെ മാനത്തിന് അയക്കപ്പെട്ടവരാണ് ഈ ഭരണാധികാരികൾ എന്ന് വെച്ചും കീഴടങ്ങണം എന്ന് പറയുന്നു. എന്താണ് ഇവിടെ പറയുന്നറിയാമോ? ദുഷ്പ്രവർത്തിക്കാര്, അതായത് നിയമലംഘകർ, അവരുടെ ശിക്ഷയ്ക്കും നിയമം പാലിക്കുന്നവരുടെ മാന്യതയ്ക്കുമായിട്ടാണ് ഭരണാധികാരികളെ ദൈവം വച്ചിരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് നാം ഭരണാധികാരികൾക്ക്, ഭരണം നടത്തുന്നവർക്ക്, നിയമങ്ങൾക്ക്
കീഴടങ്ങിയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു, ദൈവം ഉണ്ടാക്കിയ നിയമങ്ങളാണ് എന്ന നിലയിൽ വേണം ഞാൻ അതിനനുസരിക്കുവാനും കീഴടങ്ങുവാനും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിക്കുന്നതിൽ നാം സന്തോഷിക്കണം എന്ന് പറയുന്നത്. ആകയാൽ നമുക്കതിനു വേണ്ടി ഉത്സാഹിക്കാം. എല്ലാ നിയമങ്ങളും ശരിയാണ്, കൃത്യമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഭരണാധികാരികളുടെ മേല് ദൈവത്തിൻ്റെ ഒരു നോട്ടമുണ്ട്. സമൂഹത്തിന് തിന്മയായ നിയമങ്ങൾ കൊണ്ടുവന്നാൽ, ദോഷമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ അത് ശ്രദ്ധിക്കുന്ന ഒരു ദൈവം ആ ഭരണം നടത്തുന്നവരും നിയമം നടത്തുന്നവർക്കെതിരെ ദൈവം ശിക്ഷണ നടപടി എടുക്കും എന്നുള്ളതും വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭരണം നടത്തുന്നവരായാലും നിയമം നടത്തുന്നവരായാലും അവർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ തന്നെ നമ്മൾ രാജ്യത്തിന് നിയമം പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൈവത്തിനെ ഓർത്ത് നമുക്ക് കീഴടങ്ങണം എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നിയമങ്ങൾ പാലിക്കാം, നിയമങ്ങൾ നടപ്പിലാക്കുന്നവർ ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.